പാസ്പോർട്ടിന് എന്താ വിലയില്ലേ? ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇന്ത്യൻ പാസ്പോർട്ടുമായി യാത്ര ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ചൂണ്ടിക്കാണിച്ച് ഓൺ റോഡ് ഇന്ത്യൻ എന്നറിയപ്പെടുന്ന ട്രാവൽ വ്ലോഗർ ഒരു വീഡിയോ പങ്കുവച്ചതോടെയാണ് ചർച്ചകൾക്കും ഓൺലൈൻ ഡിബേറ്റുകൾക്കും തുടക്കമായത്. എൻ്റെ കയ്യിലുള്ള ഈ വസ്തുവിന് യാതൊരു മൂല്യവുമില്ലെന്ന് തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഉണ്ടായി. 2 ദിവസം കൊണ്ട് 80 ലക്ഷത്തിലധികം ആളുകളാണ് ഓൺ റോഡ് ഇന്ത്യൻ്റെ ഈ വീഡിയോ കണ്ടത്. ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് മാത്രം പല രാജ്യങ്ങളിലും തനിക്ക് പ്രവേശനം കിട്ടിയില്ലെന്നാണ് ഇദ്ദേഹം ഉയർത്തിയ പ്രധാന പരാതി. നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത വിസ ഓൺ അറൈവൽ സൗകര്യം അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടതോടെ ജോർദാനിൽ അവർ പ്രവേശനം നിഷേധിച്ചു. എല്ലാ രേഖകളും കയ്യിൽ പണവും മോശം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്നിട്ടും കൂടി ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ എല്ലാം പരിശോധിക്കും. ചിലപ്പോഴൊക്കെ പ്രവേശനം അനുവദിക്കാറില്ലെന്നും വ്ലോഗർ പറയുന്നുണ്ട്. ചൈനയിൽ പോലും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് 24 മണിക്കൂർ വിസരഹിത ട്രാൻസിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇത് 10 ദിവസത്തേക്കാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പരാമർശിച്ചു. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ഓൺ റോഡ് ഇന്ത്യനെ അനുകൂലിച്ചും എതിർത്തും ആളുകൾ രംഗത്തെത്താൻ തുടങ്ങി. ലോകം മൊത്തം കറങ്ങിയിട്ടും സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങനെയൊരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു ഒരു പക്ഷം. മറുവശത്ത് ഇന്ത്യക്കാരുടെ മോശം പെരുമാറ്റം കാരണമാണെന്ന അഭിപ്രായവുമായി എത്തിയവർക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. ഇതാദ്യമായല്ല ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ സൈപ്രസ് അതിർത്തിയിൽ ഒരു ഇന്ത്യക്കാരന് ഇതുപോലൊരു ദുരിതം നേരിടേണ്ടി വന്നിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ടും ഷെങ്കൻ വിസയും UK സ്ഥിരതാമസ രേഖയും കൈവശമുണ്ടായിരുന്നിട്ട് കൂടി വടക്കൻ സൈപ്രസ് അതിർത്തിയിൽ പ്രവേശിക്കാൻ ഇദ്ദേഹത്തിന് അനുവാദം ലഭിച്ചില്ല. ഒപ്പമുണ്ടായിരുന്ന 2 യൂറോപ്യൻ യാത്രക്കാർ ഒരു തടസ്സവുമില്ലാതെ കടന്നു പോയപ്പോഴും ഇന്ത്യക്കാർ അതിർത്തി കടക്കാനാകാതെ കുഴങ്ങി. ഇതിന് യാതൊരു വിശദീകരണവും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല. ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടതോടെയാണ് പരിശോധനയ്ക്ക് നിന്നിരുന്ന ഉദ്യോഗസ്ഥന്റെ മുഖം മാറിയതെന്നും അന്ന് അവർ പറഞ്ഞിരുന്നു. പുറം രാജ്യക്കാർക്ക് ഇന്ത്യക്കാരോടുള്ള പാർഷ്യാലിറ്റിയും ഇന്ത്യൻ പാസ്പോർട്ടിനോടുള്ള അവഗണനയും അന്നും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ മാസം ആദ്യം പുറത്തിറക്കിയ നോമാഡ് ക്യാപിറ്റലിസ്റ്റ് പാസ്പോർട്ട് സൂചിക പ്രകാരം 199 രാജ്യങ്ങളിൽ ഇന്ത്യ 148ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും ദുർബലവുമായ പാസ്പോർട്ടുകളെ താരതമ്യം ചെയ്യുന്നതിനായി നോമാഡ് ക്യാപിറ്റലിസ്റ്റ് എന്ന ടാക്സ് കൺസൾട്ടൻസി പുറത്തിറക്കിയ സൂചികയാണിത്. പാകിസ്ഥാൻ ഇതിൽ 195ാം സ്ഥാനത്താണ്. നേപ്പാളും ബംഗ്ലാദേശും യഥാക്രമം 180, 181 സ്ഥാനങ്ങളിലും. വിസരഹിത യാത്ര, നികുതി, ആഗോള ധാരണ, ഇരട്ട പൗരത്വം, വ്യക്തി സ്വാതന്ത്ര്യം എന്നീ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ പാസ്പോർട്ടും റാങ്ക് ചെയ്തിരിക്കുന്നത്. ഓരോ പാസ്പോർട്ടും വർഷം തോറും എങ്ങനെ വികസിക്കുന്നുവെന്ന് ട്രാക്ക് ചെയ്ത് ഓരോ വിഭാഗത്തിലും സ്കോറുകൾ നൽകും. ആഗോള സ്വാധീനത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നു, വികസനം താഴേക്ക് പോകുന്നു എന്നിവയെല്ലാം ഈ സൂചികയുടെ പിന്നിലെ ലക്ഷ്യങ്ങളാണ്. മാത്രമല്ല, ഈ വർഷത്തെ ഹെൻലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് 81ാം സ്ഥാനമാണുള്ളത്. ലോകത്തെ ഏറ്റവും ആധികാരികതയുള്ള ഒരു പാസ്പോർട്ട് ഇൻഡെക്സ് ആയിട്ടാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയെ കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം 80ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോക്ക് താഴോട്ട് തന്നെയാണ്. ഇതിനിടെ ഇന്ത്യയുടെ പാസ്പോർട്ട് നിയമങ്ങളിൽ അടുത്തിടെ കുറെ മാറ്റങ്ങളും വരുത്തിയിരുന്നു. സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായിരുന്നു നടപടി. 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജന്മദിന രേഖയായി പരിഗണിക്കുകയുള്ളൂ. പാസ്പോർട്ടിന്റെ അവസാന പേജിൽ താമസ സ്ഥലത്തിന്റെ വിലാസം ഇനി മുതൽ അച്ചടിക്കില്ല. ഈ വിവരം ഇനി മുതൽ ബാർകോഡ് രൂപത്തിലാണ് പാസ്പോർട്ടിൽ നൽകുക. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. പാസ്പോർട്ടിൽ ഇനി മുതൽ രക്ഷിതാക്കളുടെ പേര് നൽകുന്നതും നിർബന്ധമായിരിക്കില്ല. ഈ മാറ്റങ്ങൾക്കൊപ്പം രാജ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 442-ൽ നിന്നും 660-ലേക്ക് 5 വർഷത്തിനുള്ളിൽ ഉയർത്താൻ തീരുമാനമായിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. പിന്നാലെയാണ് ഇന്ത്യൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കുന്നത്. ഇതിനിടെ വിസ റിജക്ഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിസ നിരസിക്കലിലൂടെ ഇന്ത്യക്ക് 664 കോടി രൂപ നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഓരോ 100 അപേക്ഷകളിലും 33 എണ്ണമെങ്കിലും ന്യൂസിലൻഡ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ 100-ൽ 30 പേരുടെയും വിസ നിഷേധിച്ചു. UK-യിലും യൂറോപ്പിലും ഇതിന്റെ ഇരട്ടിയാണ് കണക്കുകൾ. കഴിഞ്ഞ ഡിസംബറിൽ ഈ പട്ടികയിലേക്ക് പുതിയൊരു രാജ്യം കൂടി ഇടം നേടി, UAE. ഇന്ത്യക്കാർ യാത്രയ്ക്ക് മറ്റുമായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ടോപ്പ് ലിസ്റ്റിലുള്ളതാണ് UAE. കഴിഞ്ഞ വർഷം UAE-യിലേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ വിസ റിജക്ഷൻ റേറ്റ് വെറും 1% മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം അത് 6%-ആയി ഉയർന്നു. പണം മാത്രമല്ല, മാറ്റിവെച്ച സ്വപ്നങ്ങളുടെ കണക്ക് കൂടിയുണ്ട് നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ. ഒരു നിർണായക ബിസിനസ് മീറ്റോ അല്ലെങ്കിൽ ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വിദ്യാഭ്യാസ അവസരമോ ആണ് ഇതുവഴി നിഷേധിക്കപ്പെടുന്നത്. വിമർശനങ്ങളും ചർച്ചകളും ചൂട് പിടിക്കുമ്പോഴും ഇപ്പോഴും സർക്കാരിന്റെ മറുപടി മൗനം തന്നെയാണ്.